Today we can discuss about culture methods. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് കൾച്ചർ, എന്താണ് പ്യുവർ കൾച്ചർ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, എന്തിനാണ് കൾച്ചർ മെത്തേഡ്സുകൾ ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ്. നമുക്ക് രണ്ട് രീതിയിലുള്ള ഡിഫറെന്റ് കൾച്ചേഴ്സുകളുണ്ട്. എയറോബിക് കൾച്ചർ മെത്തേഡ്സുകളുണ്ട്, അനേറോബിക് കൾച്ചർ മെത്തേഡ്സ്. ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് എയറോബിക് കൾച്ചർ മെത്തേഡ്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ അനേറോബിക് കൾച്ചർ മെത്തേഡ്സുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ഡെഫിനിഷൻ ഓഫ് പ്യുവർ കൾച്ചർ. ഇപ്പൊ എന്താണ് ഒരു പ്യുവർ കൾച്ചർ? പേര് പറയുന്ന പോലെ തന്നെ നമുക്കൊരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ്, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഓഫ് സെൽ റൈസിംഗ് ഫ്രം എ സിംഗിൾ സെൽ ഈസ് നോൺ ആസ് പ്യുവർ കൾച്ചർ. അപ്പൊ ഈ പ്യുവർ കൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യുവർ കൾച്ചർ വിൽ ഹെൽപ് ടു ക്യാരക്ടറൈസ് ദ ഇൻഡിവിജ്വൽ സ്പീഷീസ്. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ സസ്പെൻഷൻ ആണ് നമ്മളെ കയ്യിൽ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്യുവർ കൾച്ചർ സെപ്പറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സ്പീഷീസിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ, അതിന്റെ പ്രോപ്പർട്ടി എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. If a mixture of cell is spread out on an agar surface so that every cell will grow into a complete separate colony, microscopically visible clusters of microorganisms on a solid medium is known as colony. നമ്മൾ സാധാരണഗതിയിൽ മൈക്രോ ഓർഗാനിസം നേക്കഡ് ആയിക്കൊണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ് എന്ന് നമുക്കറിയാം. അതിനൊരു മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പോട് കൂടി മാത്രമാണ് സാധാരണഗതിയിൽ നമുക്ക് വിസിബിലിറ്റി ഉള്ളൂ. ഇതേ ഓർഗാനിസം നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ കൾച്ചർ മീഡിയം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ, ഡിഫറെന്റ് മെത്തേഡ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ സാധാരണ രീതിയിൽ മാക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് ഈ കോളനീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ കോളനീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു സ്പീഷീസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു പോപ്പുലേഷൻ ഓഫ് ഗ്രോത്ത് ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സുകളൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. There are two types of cultural methods, aerobic culture methods and anaerobic culture methods. Now, why do we culture? എന്തിനു വേണ്ടിയിട്ടാണ് കൾച്ചർ ചെയ്യുന്നത്? സാധാരണ വെറുതെ ഒരു ടെസ്റ്റിന് കൾച്ചർ ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടു ഐസൊലേറ്റ് ബാക്ടീരിയ ഇൻ പ്യുവർ കൾച്ചർ. ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് അറൈസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, അതിനെയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക് കൾച്ചർ. സ്റ്റോക്ക് കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റോക്ക് സൊല്യൂഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഫർദർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് എപ്പോഴും സ്റ്റോക്ക് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പല രീതിയിലുള്ള ടെസ്റ്റുകൾ, മൈക്രോബിയൽ അസേ ചെയ്യാനുണ്ടാവും, ആൻഡ് അതുപോലെ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യാൻ, ഇതിനൊക്കെ ചില ഓർഗാനിസംസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ്ലി പ്രിപ്പയർഡ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ അതുപോലെ സ്റ്റോക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ടു ഡിറ്റർമൈൻ ദ സെൻസിറ്റിവിറ്റി ടു ദ ആന്റിബയോട്ടിക്. ആന്റിമൈക്രോബിയൽ അസേ ചെയ്യുന്ന സമയത്ത് ഒരു ആന്റിബയോട്ടിക് ഓർഗാനിസത്തിനോട് സെൻസിറ്റീവ് ആണോ റെസിസ്റ്റന്റ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ടു എസ്റ്റിമേറ്റ് വയബിൾ കൗണ്ട്. ഏത് മെത്തേഡിലും ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം പെർ ml കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ വയബിൾ കൗണ്ട്, വയബിൾ എന്ന് പറയുമ്പോൾ ലൈവ് ആയിട്ടുള്ള സെല്ല് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, and demonstrate their properties, whether they are showing any flagella or different shapes, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റെയിനിങ് ക്യാരക്ടറിസ്റ്റിക്സുകൾ കാണിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, and to obtain sufficient growth for the preparation of antigen and other tests. വാക്സിൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആന്റിജനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആന്റിജൻ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം പോലെയുള്ള നമ്മളെ ബോഡിയിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എന്ത് സാധനത്തിനെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മൈക്രോബിയൽ സസ്പെൻഷന്റെ വാക്സിൻസുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാം. Then classify bacteria by bacteriophage and bacteriocin susceptibility. Bacteriophage എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ഈറ്റിംഗ് വൈറസ് ആണ്. വൈറസ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ഒബ്ലിഗേറ്റീവ് പാരസൈറ്റ്സ് എന്നാണ് പറയാം. നമുക്ക് ബാക്ടീരിയനെ കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്യാം, പക്ഷെ വൈറസിന് ഒരിക്കലും കൾച്ചർ മീഡിയ യൂസ് ചെയ്തിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ലിവിങ് ടിഷ്യൂ ആണ്. അപ്പൊ ബാക്ടീരിയോഫേജ് യൂസ് ചെയ്തിട്ട് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ചില ബാക്ടീരിയോസിൻ എന്ന് പറയുന്ന ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസുകൾ, ബാക്ടീരിയ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സബ്സ്റ്റൻസുകൾ ഉണ്ട്, അതിന്റെ സസെപ്റ്റിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ കൾച്ചർ ചെയ്യാറ്. ഓക്കെ, now let's discuss aerobic culture method in detail.
അപ്പൊ എയറോബിക് കൾച്ചർ മെത്തേഡ് എന്ന് പേര് പറയുന്ന പോലെ തന്നെ എയറോബിക് മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകളാണ് എയറോബിക് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so the different methods for aerobic cultures are streak culture method, pour plate culture, spread plate technique, straw culture, lawn or carpet culture, stab culture, liquid culture, sweep plate culture. ഇതിലെല്ലാം നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമുക്കൊരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം തരും, ഒരു കൾച്ചർ മീഡിയ തരും. ഈ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്, അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഇതെല്ലാം മെത്തേഡ്. ആ ട്രാൻസ്ഫറിങ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ചേഞ്ചിനനുസരിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്ട്രീ കൾച്ചർ, pour plate, spread plate, straw culture, lawn or carpet culture, stab culture, liquid culture and sweep plate culture. So first one is streak culture method or surface plating method. Okay, അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുക ഇനോക്കുലം സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ഒരു ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സോളിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയന്റെ സർഫസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. മൈക്രോബിയൽ മിക്സ്ചർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ എഡ്ജ് ഓഫ് ആൻ അഗാർ പ്ലേറ്റ് by using an inoculating loop. So what is inoculating loop? Inoculating loop is an ഒരു മെറ്റൽ, ഒരു നിക്രോം വയർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, നിങ്ങൾക്ക് അതിന്റെ ഫിഗർ കാണിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇതാണ് ഇതിന്റെ ലൂപ്പ് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ അതിന് ഒരു നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വുഡൻ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ നിക്രോം വയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിങ് അതിന്റെ സ്ട്രക്ചർ ഉണ്ട്. ഇത് നമുക്ക് ഫ്ലെയിമിൽ കാണിച്ച് റെഡ് ഹോട്ട് ചെയ്യാൻ വേണ്ടി, ഒന്ന് പഴുക്കുന്നത് വരെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ബൺസൺ ബർണറിന്റെ അകത്ത് നമ്മൾ ആദ്യം എടുക്കണം. അതിനുശേഷം ഇനോക്കുലം നമ്മൾ ടെസ്റ്റ് ട്യൂബിലായിരിക്കും മിക്കവാറും സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം തന്നിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഏകദേശം ഈ ഇനോക്കുലേറ്റിംഗ് ലൂപ്പിന്റെ ഹാഫ് ഭാഗത്തോളം, അതായത് ആ മെറ്റൽ ഭാഗം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാഗം നമ്മൾ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം സർഫസിൽ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുക, വരക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്ട്രീക്ക് കൾച്ചർ മെത്തേഡ് ആൻഡ് സ്ട്രീക്ക്ഡ് ഓവർ ദ വെൽ dried surface of the plate and inoculating loop should be flamed and cooled between the different streaks. So നമ്മൾ ഇതിൽ ഓരോ സ്ട്രീക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വര വരച്ചു വിചാരിക്കാം. നമ്മൾ ആദ്യം ഫ്ലെയിമിൽ കാണിച്ച് സ്റ്റെറിലൈസ് ചെയ്യണം. അത് തണുത്തതിന് ശേഷം ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്യണം. എന്നിട്ട് സർഫസിൽ ഇതുപോലെ നമ്മൾ സ്ട്രീക്ക് ചെയ്തു. ഈ ഒരു പോർഷൻ മാത്രമാണ് ഈ സർഫസിൽ സോളിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയന്റെ സർഫസ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അതിനുശേഷം എപ്പോഴാണോ സർഫസിൽ നമ്മൾ ഒരു സ്ട്രീക്ക് കഴിഞ്ഞെടുക്കുന്നത് വീണ്ടും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. വീണ്ടും നമ്മൾ സ്ട്രീക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും തണുത്തതിന് ശേഷം ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്ത് അടുത്ത സ്ട്രീക്ക് നമ്മൾ തുടങ്ങാം. ഇതാണ് സ്ട്രീക്ക് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് സാധാരണഗതിയിൽ നിക്രോം വയർ അല്ലെങ്കിൽ പ്ലാറ്റിനം ലൂപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇനോക്കുലേറ്റിംഗ് ലൂപ്പാണ് സാധാരണഗതി യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു കൾച്ചർ മെത്തേഡ് അപ്പൊ നമുക്ക് കിട്ടുന്നത് നോക്കുക നിങ്ങൾ, നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള വൈറ്റ് കളേർഡ് ആയിട്ട് നമുക്ക് എന്താണോ കൾച്ചർ മീഡിയ അതിന്റെ മുകളിൽ ഇതിപ്പോ ബ്ലഡ് അകാറാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ ന്യൂട്രിയന്റ് അകാറാണ് എടുക്കാറുള്ളത്. ന്യൂട്രിയന്റ് അകാറിന്റെ മുകളിൽ ഇതുപോലെ വൈറ്റോ അല്ലെങ്കിൽ ക്രീം കളറുള്ള കോളനി ഫോം ചെയ്യാനാണ് തുടങ്ങുക. അപ്പൊ ആ കോളനി ഫോം ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സ്ട്രീക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഓക്കെ, സ്ട്രീക്ക് ചെയ്ത് തുടങ്ങുന്ന കൺഫ്ലുവന്റ് ആയിരിക്കും. കൺഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോളനീനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതിലെ ഗ്രോത്ത് കാണിക്കുന്നുണ്ടാവുക. ലാസ്റ്റ് പോർഷൻ നമ്മൾ സ്ട്രീക്കിംഗ് അവസാനിക്കുന്ന പോർഷൻ ആ സമയത്ത് ഇൻഡിവിജ്വൽ കോളനീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻഡിവിജ്വൽ കോളനീസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോളനി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൽ ഓഫ് ബാക്ടീരിയ എന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളാണ്. അപ്പൊ അത് നമുക്ക് ഇതേ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്യുവർ കൾച്ചർ നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. വി ക്യാൻ യൂസ് ഫോർ ഐസൊലേഷൻ ഓഫ് കോളനി, ഐസൊലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഐസൊലേറ്റഡ് പ്യുവർ കോളനി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് സ്ട്രീക്ക് കൾച്ചർ മെത്തേഡ്. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ സ്ട്രീക്ക് കൾച്ചർ ഓർ സർഫസ് പ്ലേറ്റിംഗ് മെത്തേഡ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതെല്ലാം ലാമിനാർ എയർഫ്ലോ യൂണിറ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് ചെയ്യുക. എന്താണ് ലാമിനാർ എയർഫ്ലോ യൂണിറ്റ് എന്നുള്ളത് രണ്ട് ബാച്ചിന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ബാച്ച് നമ്മൾ അടുത്ത ലാബിൽ എത്തുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് നമ്മളെ ഡയറക്ഷനിൽ വെച്ചിട്ട് സ്ട്രീക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്രി ഡിഷ് 90 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാം. നമുക്ക് എവിടെയൊക്കെയാണോ സ്ട്രീക്ക് ചെയ്യേണ്ടത്. ഈ രീതിയിൽ നമ്മളെപ്പോഴും എഴുതാൻ അല്ലെങ്കിൽ സ്ട്രീക്ക് ചെയ്യാൻ സുഖം ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇതേ സാധനം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് പകരം പ്ലേറ്റ് ഒന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും, സെയിം ഡയറക്ഷനിൽ സ്ട്രീക്ക് ചെയ്യും, വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മൾ അത് സാധാരണഗതിയിൽ സ്ട്രീക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്ട്രീക്ക് പ്ലേറ്റ് ടെക്നിക്. Next one is pour plate culture.
പേര് പറയുന്ന പോലെ തന്നെ pour ചെയ്യുക, to plate. അതാണ് pour plate techniques എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ട്രീ കൾച്ചറിൽ നമ്മൾ സോളിഡ് കൾച്ചർ മീഡിയന്റെ മുകളിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത് അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്രിയന്റ് ബ്രോത്ത്, അതായത് സോളിഡ് കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്ത് അത് 40°C മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ നിൽക്കുമ്പോൾ അത് ലിക്വിഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ആ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്യേണ്ട സാമ്പിൾ നമ്മൾ അതിലോട്ട് പോർ ചെയ്യാം. ഓക്കെ, പോർ ചെയ്തതിനു ശേഷം നമ്മൾ അത് 45°C താഴെയുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ സാമ്പിളുമായിട്ട് നമ്മളെ ലിക്വിഡ് അഗാർ മീഡിയ നമ്മൾ അതിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം എം ടി ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള പെട്രി ഡിഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. Original sample is diluted several times to reduce the micropopulation, and then small volume of diluted samples are mixed with the liquid agar and cooled to 45°C, and this mixture is poured into an empty sterile petri dish. So after the incubation, colonies are seen through the depth of medium and can be enumerated by using colony counters. Okay, അപ്പൊ ഇവിടെ നമുക്ക് കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിൽ മാത്രമാണ് ഗ്രോത്ത് കണ്ടത്. ഇതിന്റെ താഴെ ഒരു ചെറിയ കട്ടിയിൽ അതിന്റെ കൾച്ചർ മീഡിയ ഉണ്ട്, ആ ഭാഗത്തൊന്നും അതിൽ ഗ്രോത്ത് കാണിക്കുന്നില്ല. കാരണം നമ്മൾ ഇതിന്റെ സർഫസിൽ മാത്രമാണ് സ്ട്രിക് കൾച്ചറിൽ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെ നോക്കുന്ന സമയത്ത് കൾച്ചർ മീഡിയ ഇത്രയാണ് നമ്മൾ പെട്രി ഡിഷിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ എൻറ്റയർ ലെങ്ത്തിൽ എൻറ്റയർ ഡെപ്തിലൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടാവും. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയലൂഷൻ the number of colonies will decreases, so that it will be very easy to isolate the individual colony from the diluted sample. നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ സാമ്പിളിൽ ഇനീഷ്യൽ സാമ്പിൾ എടുക്കുക, എന്നിട്ട് അതിൽ 1 ml എടുത്ത് പിന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ന്യൂട്രിയന്റ് ബ്രോത്തിലോട്ടോ അല്ലെങ്കിൽ ന്യൂട്രിയന്റ് അഗാറിലോട്ടോ നമ്മൾ ആഡ് ചെയ്യുക. വീണ്ടും ആ സൊല്യൂഷന് അതിനെ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി 1 ml എടുത്ത് അടുത്ത 9 ml ന്യൂട്രിയന്റ് ബ്രോത്തിലോട്ട് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് അഗാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെ മാക്സിമം ഡയലൂഷൻ ചെയ്യുക. ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എം ടി ആയിട്ടുള്ള പെട്രി ഡിഷിലോട്ട് പോർ ചെയ്യുക. പോർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സർഫസിലും ഡെപ്തിലും എൻറ്റയർ ഡെപ്തിലും മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാണാൻ പറ്റും. അത് ഡയലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഇൻഡിവിജ്വൽ കോളനീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് pour plate മെത്തേഡ്. പേര് പറയുന്ന പോലെ തന്നെ പോർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഡയലൂട്ട് ചെയ്യുക. ഡയലൂട്ട് ചെയ്തതിനു ശേഷം ഡയലൂട്ടഡ് സാമ്പിൾ ഈസ് മിക്സ്ഡ് വിത്ത് ദ ലിക്വിഡ് അഗാർ മീഡിയ, then cooled to 45°C, then it is poured to an empty petri dish. Okay, then empty petri dish incubate ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കാണാം, എൻറ്റയർ ഡെപ്തിൽ മൈക്രോ ഓർഗാനിസത്തിനെ കാണാം. ദാറ്റ് ഈസ് ദ ഒബ്സർവേഷൻ. ഓക്കെ, നമ്മൾ ഒരു ദിവസം ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ദിവസം നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിന് എൻറ്റയർ ഡെപ്തിൽ അതിന്റെ ഗ്രോത്ത് കാണും എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? വി ക്യാൻ സെപ്പറേറ്റ് ദ ഐസൊലേറ്റഡ് കോളനീസ് ആൻഡ് it can be used for quantitative techniques. For viable bacterial count in suspension can be determined and recommended for quantitative urine culture. Urine culture ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിനെ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് pour plate culture method എന്ന് പറയുന്നത്. Okay, so that is the second method, pour plate culture method എന്ന് പറയുന്നത്. Next one is spread plate culture method. Okay, spread plate എന്ന് പറയുന്ന പോലെ തന്നെ പ്ലേറ്റിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. By using an bended glass rod. ബെൻഡ് ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട്, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ കാണുന്ന സമയത്ത് മനസ്സിലാവും. മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം മൈക്രോ പിപ്പറ്റിലാണ് നമ്മൾ എടുക്കുക. സാധാരണ പിപ്പറ്റിൽ നമ്മൾ മൈക്രോബയോളജി ലാബിൽ എടുക്കൂല. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് സസ്പെൻഷൻ കയറുന്ന രീതിയിലുള്ള മൈക്രോ പിപ്പറ്റ് യൂസ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്ത് അത് പ്ലേറ്റ് പ്രിപ്പയർ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മീഡിയന്റെ ഏറ്റവും സെന്റർ ഭാഗത്തോട്ടായിട്ട് നമ്മൾ 2 to 3 ഡ്രോപ്സ് അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ സ്പെസിഫൈഡ് ഡ്രോപ്പ് ഓഫ് സസ്പെൻഷൻ നമ്മൾ ഇതിലോട്ട് ഡ്രോപ്പ് ആയിട്ട് പ്ലേസ് ചെയ്യും. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു ബെൻഡഡ് ഗ്ലാസ് റോഡ് ഉണ്ട്, അത് ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്യും. ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം ബൺസൺ ബേണറിൽ കാണിച്ച് അതിനെ സ്റ്റെറിലൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഇനോക്കുലം സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ബെൻഡഡ് ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് എൻറ്റയർ സർഫസിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. Spread plate method, small volume of diluted microbial mixture containing around 30 to 300 cell is transferred to the center of agar plate and the spread evenly using sterile bent glass rod. When glass rod is sterilized prior to inoculation by dipping in alcohol and then heating in clay, then cooled and used to spread the bacteria on the agar surface.
and the number of isolated colonies equal the number of viable organisms. Advantages, we will also give isolated colonies so that it will be used to count the number of colonies. ചില സമയത്ത് പല മൈക്രോബയോളജിക്കൽ ടെസ്റ്റിലും സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ അസെപ്റ്റിക് റൂമിന്റെ അകത്ത് എത്രത്തോളം വൈബിൾ മൈക്രോ ഓർഗാനിസം ഉണ്ട് കൗണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Okay, so that is the third one, spread plate technique. Next one is straw culture method. Here we are using solid culture media in an boiling tube which will produce a slant. Slant എന്ന് പറയുന്ന സമയത്ത് ഒരു ബോയിലിംഗ് ട്യൂബ് നമ്മൾ ചെരിച്ചു വെച്ചിട്ട് അതിൽ സോളിഡ് കൾച്ചർ മീഡിയ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോളിഡ് കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡ് ആയിരിക്കും, 40 ഡിഗ്രി സെൽഷ്യസിന്റെ താഴോട്ട് വരുന്ന സമയത്ത് അത് സോളിഡ് ആവും. ഇപ്പൊ ചെരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബോയിലിംഗ് ട്യൂബിലോട്ട് നമ്മൾ ഈ ലിക്വിഡ് കൾച്ചർ മീഡിയ, ഹോട്ടായിട്ടുള്ള ലിക്വിഡ് കൾച്ചർ മീഡിയ പോർ ചെയ്ത് നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ചെരിഞ്ഞു കിട്ടുന്ന, ബോയിലിംഗ് ട്യൂബിന്റെ അകത്ത് ചെരിഞ്ഞു നിൽക്കുന്ന കൾച്ചർ ആയിരിക്കും കിട്ടാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സോളിഡ് കൾച്ചർ ആയിരിക്കും കിട്ടുക. അതിന്റെ മുകളിൽ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സ്ട്രീക്ക് ചെയ്യുക എന്നുള്ള മെത്തേഡിനെയാണ് സ്ട്രോ കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ദീസ് ആർ മെയ്ഡ് ഇൻ ട്യൂബ് കണ്ടെയ്നിങ് അഗാർ സ്ലോപ്പ് ഓർ സ്ലാൻഡ്. സ്ലോപ്പ് ഓർ സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞു നിൽക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ്. ആൻഡ് യൂസിങ് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് it will provide the growth on the surface of this land, and these are used to provide pure culture of bacteria for slide agglutination and other diagnostic tests. Immunological ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് സ്ലൈഡ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്യുവർ കൾച്ചർ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ട്രോ കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോൺ ഓർ കാർപ്പറ്റ് കൾച്ചർ മെത്തേഡ്. പേര് പറയുന്ന പോലെ എന്താണ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പുല്ല് ലോൺ ആയിട്ടാണ് നമ്മൾ പറയാം. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിനെ മൊത്തം വിരിക്കുന്ന സാധനമാണ് കാർപ്പറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചർ മെത്തേഡാണ്, എന്റെ സർഫസിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ലോൺ കൾച്ചർ പറയുന്നത്. ഹിയർ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ഫ്ലൂഡിംഗ് ദ സർഫസ് ഓഫ് ദി പ്ലേറ്റ് വിത്ത് ലിക്വിഡ് സസ്പെൻഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് ദ എക്സസ് ഓഫ് ഇനോക്കുലം ഈസ് പ്രിപ്പറ്റഡ് ഓഫ് ആൻഡ് പ്ലേറ്റിംഗ് പ്ലേറ്റഡ്. അപ്പൊ നമ്മൾ കുറച്ചധികം ഇനോക്കുലം നമ്മൾ ആദ്യം പ്ലേറ്റിലോട്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള കൾച്ചർ മീഡിയ, സോളിഡ് കൾച്ചർ മീഡിയ പെട്രിഷിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എക്സസ് ആയിട്ട് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം പോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് സർഫസ് ഒക്കെ കംപ്ലീറ്റ് നനയുന്ന രീതിയിൽ നമ്മൾ ആ പ്ലേറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള സർഫസ് നമ്മൾ അത് നനഞ്ഞതിന് ശേഷം അത് നമ്മളൊന്ന് ടിൽറ്റ് ചെയ്ത് പിടിച്ച് എക്സസ് ആയിട്ടുള്ള അതിലെ സസ്പെൻഷനെ മൈക്രോ പിപ്പറ്റിനെ യൂസ് ചെയ്ത് നമ്മൾ അത് റിമൂവ് ചെയ്യുക, പിപ്പറ്റ് ഔട്ട് ചെയ്യുക. ദെൻ വി വിൽ ഇൻക്യുബേറ്റർ മിനിമം ഓഫ് 16 hours 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ മെത്തേഡ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് കോട്ടൺ, അതായത് കോട്ടന്റെ മുകളിൽ ഇനോക്കുലം ആക്കിയിട്ട് എൻ്റയർ സർഫസിൽ സ്വീപ്പ് ചെയ്യാം. കംപ്ലീറ്റ് സർഫസ് സ്വീപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും എൻ്റയർ സർഫസിൽ നമുക്ക് അതിന്റെ ഗ്രോത്ത് കാണാൻ പറ്റും. സോ അഡ്വാൻറ്റേജ് ദിസ് വിൽ പ്രൊവൈഡ് ആൻ യൂണിഫോം സർഫസ് ഗ്രോത്ത് ഓഫ് ദി ബാക്ടീരിയ. ഇപ്പൊ നമ്മൾ ആന്റി മൈക്രോബിയൽ അസേ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രോത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു കൾച്ചറിന്റെ മുകളിലാണ് ആന്റിബയോട്ടിക് ടെസ്റ്റ്, ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ക് നമ്മൾ വെക്കാം. സാധാരണ യൂറിൻ കൾച്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലാബ് റിപ്പോർട്ടിൽ പറയും ഇന്ന ആന്റിബയോട്ടിക്കിനോട് സെൻസിറ്റീവ് ആണ്, ഇന്ന ആന്റിബയോട്ടിക് ആണെന്ന് റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കുകൾ ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം ആ യൂറിനിൽ കിട്ടിയ കൾച്ചർ, അതാണ് മൈക്രോ ഓർഗാനിസം അവിടെ യൂസ് ചെയ്യുന്നത്. അത് നോൺ കൾച്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഡിസ്ക് വെക്കുന്നു. ഡിസ്ക് വെച്ചതിന് ശേഷം ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്കിന് ചുറ്റും ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ, ഒരു ക്ലിയർ സോൺ ഓഫ് ഇൻഹിബിഷൻ വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ആന്റിബയോട്ടിക് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സോൺ പ്രിപ്പയർ അല്ലെങ്കിൽ സോൺ ഫോം ചെയ്യും. അതിനെയാണ് സോൺ ഓഫ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സോൺ ഓഫ് ഇൻഹിബിഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദിസ് ആന്റിബയോട്ടിക് ഈസ് സെൻസിറ്റീവ് ടു ദ മൈക്രോ ഓർഗാനിസം. അങ്ങനെ സോൺ ഫോം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം, ഇതുപോലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റന്റ് ആണ്, ആന്റിബയോട്ടിക്കിനോട് ആ ഓർഗാനിസം റെസിസ്റ്റന്റ് ആണ്. സോ വി കനോട്ട് യൂസ് ദാറ്റ് ആന്റിബയോട്ടിക് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലാബ് റിപ്പോർട്ടിലൊക്കെ സാധാരണഗതിയിൽ ആ ഒരു സംഗതി തരുന്നത്. ഓക്കെ, സോ അതാണ് ലോൺ കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ആൾസോ ഫോർ ബാക്ടീരിയോഫേജ് ടൈപ്പിംഗ് ആൻഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയൽ ആന്റിജൻസ് ആൻഡ് വാക്സിൻസ്. So these are the different uses of lawn or carpet culture method, in which these are prepared by fluiding the surface of the plate with a liquid suspension. The excess of inoculum is pipetted off and plate is incubated.
and it will provide an uniform surface growth. Next one is stab culture method. നമ്മൾ സ്റ്റാബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ചർ ചെയ്യുന്ന പരിപാടിനെയാണ്. ഒരു നീഡിലിട്ട് നമ്മൾ കുത്തുന്നതിനാണ് സാധാരണ സ്റ്റാബ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയത്തിലോട്ട് ഒരു ചാർജ് വയർ, ചാർജ് എന്ന് പറഞ്ഞാൽ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു വയർ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാബ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പയർഡ് ബൈ പങ്ക്ചറിങ് എ സ്യൂട്ടബിൾ മീഡിയം സച്ച് ആസ് ന്യൂട്രിയൻ ജെലാറ്റിൻ ഓർ ഗ്ലൂക്കോസ് agar with a long straight charged wire, and the medium is allowed to set with the tube in upright position, and this is mainly used to demonstrate gelatin liquefaction which produced by the bacteria which produce an enzyme, protease enzyme. ഒരു ജെലാറ്റിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ നമ്മൾ ഇതുപോലെ പങ്ക്ചർ സ്റ്റാബ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഈ ജെലാറ്റിൻ കണ്ടെയ്നിങ് മീഡിയം ലിക്വിഫൈ ആവും എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടിയേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലിക്വിഫാക്ഷൻ നടക്കും എന്നുള്ളതാണ്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ മൊട്ടൈൽ മൈക്രോ ഓർഗാനിസം ആൻഡ് ടു സ്റ്റഡി ഓക്സിജൻ റിക്വയർമെന്റ് ഓഫ് ദി ബാക്ടീരിയ. സോ ദീസ് ആർ ദ ഡിഫറെന്റ് യൂസസ് ഓഫ് സ്റ്റാബ് കൾച്ചേഴ്സ്. So this is the motility study. So if you are puncturing or if you are puncturing with a wire which is inoculated with a motile microorganism, motile microorganism have a capacity to move around the culture media in semi-solid culture media. So if you are puncturing with a normal motile microorganism, the motile microorganism will grow in entire surface of the culture media, but non-motile microorganism will grow only at the site of their puncture. നമ്മൾ എവിടെയാണോ പങ്ക്ചർ ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്ത് മാത്രമാണ് നോൺ മൊട്ടൈൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കാണിക്കുള്ളൂ. മൊട്ടൈൽ മൈക്രോ ഓർഗാനിസം ആകുമ്പോൾ അതിന് സ്വിംഗ് ചെയ്യാൻ പറ്റും, അതിന് മൂവ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അതിന്റെ എന്റെ സർഫസിൽ അതിന്റെ ഗ്രോത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാബ് കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്ടീരിയന്റെ മോട്ടിലിറ്റി ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡ് കൾച്ചർ മെത്തേഡ്. ഇഫ് വി ആർ യൂസിങ് എ ലിക്വിഡ് മീഡിയ and to this liquid media we are adding the suspension of microorganism. As simple as that. We are taking suspension in one tube, culture media in another tube, and we are transferring the suspension into an tube which containing culture media, or the bottle containing culture media. ഒരു കൾച്ചർ മീഡിയ എടുത്തിരിക്കുന്ന ബോട്ടിലോട്ട് ഒരു ലിക്വിഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ആഡ് ചെയ്യാം. യൂസിങ് പിപ്പറ്റ് ഓർ സിറിഞ്ച് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലിക്വിഡ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ക്യാൻ ബി മെയ്ഡ് ഇൻ ട്യൂബ്സ്, ബോട്ടിൽ ആൻഡ് ഫ്ലാസ്ക്. And this is mainly used for blood culture and also for sterility testing and also for continuous culture method. Continuous culture methods ഒക്കെ ഫെർമെന്റേഷൻ പ്രോസസ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് കൾച്ചർ മെത്തേഡ് ചെയ്യാം. ഹിയർ മീഡിയ ഈസ് ലിക്വിഡ്. ഓക്കെ, ഓരോന്നിലും ഓരോന്നാണ്. കൾച്ചർ പറയുന്ന സമയത്ത് അവിടെ മീഡിയ സോളിഡ് ആണ്. സ്പ്രെഡ് പ്ലേറ്റ് പറയുന്ന സമയത്ത് സോളിഡ് കൾച്ചർ മീഡിയ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സസ്പെൻഷൻ ആഡ് ചെയ്യുന്നത്. ദെൻ ലോൺ കൾച്ചർ ആവുന്ന സമയത്ത് സോളിഡ് കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാബ് കൾച്ചർ സെമി സോളിഡ് മീഡിയത്തിലാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. സ്ട്രോ കൾച്ചർ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന സോളിഡ് മീഡിയത്തിന്റെ മുകളിലാണ് കൾച്ചർ ചെയ്യുന്നത്. ലിക്വിഡ് കൾച്ചർ ആകുമ്പോൾ ലിക്വിഡ് മീഡിയത്തിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. There are advantages and disadvantages for liquid culture. Large inoculum can be cultured by using ലിക്വിഡ് കൾച്ചർ മീഡിയ. കാരണം നമുക്ക് എത്രയാണോ വോളിയം എടുക്കുന്നത് അത്ര വോളിയത്തിന്റെ റേഷ്യോക്ക് അനുസരിച്ച് നമുക്ക് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം കൂട്ടാൻ പറ്റും. And used for inoculum containing antibiotic and other inhibitory substances, as dilution will make them inactive. ഒരു ആന്റിബയോട്ടിക് കണ്ടെയ്നിങ് പ്രിപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിൽ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്താ, ആ പ്രോഡക്റ്റ് നമ്മൾ എടുത്തിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ കൾച്ചർ മീഡിയ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്തിൽ അത് ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഇതോ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ട്. ആ പ്രിസർവേറ്റീവിന് അത് എഫക്റ്റീവ് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഗ്രോത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് ഈ പ്രിസർവേറ്റീവിന്റെ എഫക്റ്റ് ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ആ പ്രിസർവേറ്റീവിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ ഗ്രോത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദർ ഇസ് എ കണ്ടാമിനേഷൻ. ദർ ഇസ് ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് പ്യുവർ കൾച്ചർ. അത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ കോളനീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്യുവർ കൾച്ചർ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഓൾവേസ് വി വിൽ ഗെറ്റ് എ മിക്സ്ചർ ഓഫ് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ഒരു ഒന്നിൽ കൂടുതൽ മൈക്രോ ഓർഗാനിസം ഉള്ള കൾച്ചർ ആയിരിക്കും സാധാരണഗതിയിൽ കിട്ടുക. ലാസ്റ്റ് വൺ ഈസ് സ്വീപ്പ് പ്ലേറ്റ് കൾച്ചർ മെത്തേഡ്. സ്വീപ്പ് പ്ലേറ്റ് കൾച്ചർ എന്ന് പറയുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, ഓൾറെഡി ഗ്രോത്ത് കാണുന്ന ഒരു പ്ലേറ്റ്, ഓക്കെ, അതൊരു സ്പോഞ്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ താഴെ വെച്ചിരിക്കുന്ന സ്പോഞ്ച് വെച്ച് നമ്മൾ റബ്ബ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്.
ഒരു ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ നിന്ന് വീഴുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ താഴെ നമ്മൾ എടുത്തിരിക്കുന്ന കൾച്ചർ മീഡിയ ഫ്രഷ് കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ആവുന്ന രീതിയിൽ നമ്മൾ ഈ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസുകളോ അല്ലെങ്കിൽ ആ സെറ്റിൽ ആവുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിലോ ഓർഗാനിസ് അല്ലെങ്കിൽ എന്താ പറയാ പാർട്ടിക്കിൾസ് ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് കോളനി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആ റബ്ബ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഷെഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് കൗണ്ട് ചെയ്യാൻ പറ്റും, അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ മെത്തേഡ്. ദ എഡ്ജ് ഓഫ് petri dish containing culture media are rubbed over the fabrics with the medium facing it. The dust particles straight down from the surface will settle on the culture media and colony will develop upon incubation. And they can be counted and estimated. So this is all about the aerobic culture methods. Aerobic microorganismത്തിനെ നമ്മൾ കൾച്ചർ ചെയ്യാനുള്ള മെത്തേഡ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 8 മെത്തേഡ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാത്തിലും സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഡിഫറൻസ് വരുന്നത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡിഫറൻസ് ആണ്. ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് ആണോ, ചാർജ്ഡ് വയർ ആണോ, വെന്റഡ് ഗ്ലാസ് റോഡ് ആണോ, പിപ്പറ്റ് യൂസ് ചെയ്തിട്ടാണോ, സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദിസ് ഈസ് വൺ ഡിഫറൻസ്. Second one is to which media it is transferred, whether it is solid media or liquid media or semi-solid media. എങ്ങനെയാണ് നമ്മൾ ആ മീഡിയ എടുക്കുന്നത് എന്നുള്ള ഡിഫറൻസ് ആണ്. മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് what kind of observation will be seen. Organism will be seen only on the surface or entire depth or complete the surface or complete the liquid media. ഓരോ കൾച്ചർ മീഡിയക്കും ഓരോ രീതിയിലായിരിക്കും അതിന്റെ ഒബ്സർവേഷൻ കിട്ടുന്നത്. And also the uses also is different. ചില സാധനങ്ങൾ ഇൻഡിവിജ്വൽ കോളനീസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചിലത് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചിലത് മോട്ടിലിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ aerobic culture method. So these are the questions from this topic. Write an essay on culture method. Culture methods എന്ന് ചോദിക്കുന്ന സമയത്ത് question specific അല്ല. There are two type of culture methods. So you have to write both aerobic and anaerobic culture methods. If question is specific, like write a short note of aerobic culture method, you have to write only these 8 methods. Otherwise, you have to write anaerobic culture methods also. Write a note on core culture method, 2 mark in ചോദിച്ചു കണ്ടിട്ടുണ്ട്. Write the difference between strict culture method and non-culture method, 2 mark in ചോദിക്കാനുള്ള chance ഉള്ള questions ഉള്ളതാണ്. So that's all about the aerobic culture methods. Hope it is clear. Thank you.